ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. 2-3 ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 12:30 1 മണിയായിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഭാവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഫേസ് നോക്കിയപ്പോൾ ത്രെഡ് ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് ഐബ്രോ വളർന്നിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും സമയം കിട്ടാറില്ല പോകാൻ. അഥവാ പോകുന്ന സമയത്താണ് ഈവനിങ് ആയിരിക്കും ചിലപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഷോപ്പ് ഓപ്പണോ ആവില്ല. എന്തായാലും ഒന്ന് പോയി ത്രെഡ് ചെയ്യണം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, ലഞ്ച് കഴിച്ചു. പക്ഷേ ആ വീഡിയോ ഒക്കെ എടുക്കാനോട് വന്നു. പിന്നെ ഒരു കുറച്ചൊരു 1-1.5 മണിക്കൂർ ഞാൻ ഉറങ്ങും ചെയ്തു. അതിനുശേഷമുള്ള നിപ്പാണിത്. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. എൻ്റെ അച്ഛൻ്റെ തറവാട് അമ്പലമാണ്. അപ്പോൾ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അതിൻ്റെ ഒരു പോർഷൻ ഫ്രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ കർക്കിടക ആയതുകൊണ്ട് തന്നെ മാസത്തിൽ എല്ലാ ദിവസവും വിളക്കത്തിക്കണം. ഈ കാവ് വരുന്നത് നമ്മളെ പറമ്പിലല്ല, പറമ്പോട് ചേർന്നിട്ടുള്ള ബാക്കിലുള്ള ഒരു പറമ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ലീവാണ്, കാരണം മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇന്ന് പോയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് കത്തിക്കാം. അപ്പോൾ ഇന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ കത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ലീവും കിട്ടി. അതേപോലെ തന്നെ ഇന്നാണ് ആരും വിളക്ക് തെളിയിക്കാനുണ്ടായില്ല. അപ്പോൾ നമ്മൾ കത്തിക്കാൻ വിചാരിച്ചു. ബാക്കി എല്ലാ ദിവസവും അങ്ങോട്ടേക്ക് ബുക്ക് ചെയ്തതാണ് ഓരോരുത്തരായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീടിൻ്റെ ബാക്ക് വശത്തും മുൻവശത്തുമായിട്ടാണ് ഈ കാവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ബാക്കിലുള്ളത് വേറെ ഭാഗം. ആ ചൂണ്ടി കാണിച്ചത് എൻ്റെ വീട് കാണാനുള്ളതാണ്. ഉച്ചയ്ക്ക് കുറച്ച് കിടന്നുറങ്ങിയോണ്ട് തന്നെ ഇവർ വിളക്കത്തിക്കാൻ പോയെന്ന് ഞാൻ അറിയില്ല. ഇവർ ഏകദേശം ഒരു 5-5:30 ആയപ്പോൾ പോയി. മഴയല്ലേ, അപ്പോൾ പിന്നീട് അങ്ങോട്ട് നല്ല മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും പ്രാർത്ഥിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അമ്മ വിളക്കത്തിക്കാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് പറഞ്ഞില്ല. ഇന്നത്തെ വിളക്കത്തിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ ഒരു ചായം കുടിച്ച് ഞാൻ നിങ്ങളാണ് കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കാറിലായതുകൊണ്ട് തന്നെ ഇട്ട ഡ്രസ്സാലും ഞാൻ കയറി പോകുന്നതാണ്. ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, രാത്രി ഞാൻ ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ ഏകദേശം 11 മണി ആയിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ പാക്ക് ചെയ്തെടുത്തു. കാരണം ഞാൻ ഉണ്ടാക്കിയ കാരണം തന്നെ എനിക്കത് വേസ്റ്റ് ചെയ്യൊട്ടും മനസ്സ് വന്നില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ ഗീ റൈസും ചിക്കൻ കറി ഒന്ന് ചൂടാക്കാൻ വെച്ച സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമയം അതും കണ്ടിരുന്നു. നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് നീലാൻ്റെ തറവാടുള്ളത്. അപ്പോൾ ആ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം വിട്ടിട്ടാണ് അടുത്ത വീടുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കറണ്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാൻ എനിക്ക് നല്ല പേടിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ ചുറ്റും വീടുകളാണ്, ഒക്കെ നമ്മളെ കുടുംബക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിലൊന്നും പേടിക്കാനില്ല. ഇവിടെ വീടുകൾ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചൊരു ടെൻഷനാണ്. ഇങ്ങനെ നമ്മൾ ചൂടാക്കാൻ വെച്ച ഗീ റൈസും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കണം. ഏകദേശം 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഒരു ചാനലാണ് തനി മലയാളി. അപ്പോൾ അവരെ വ്ളോഗും കണ്ടുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ വ്ളോഗ് വന്നിട്ടുണ്ടോന്നാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാറ്. ഞാൻ നീലാണ്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ കണ്ട് നീലാണ്ടും തനി മലയാളിൻ്റെ ഒരു ഫാനായിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞു. ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് മെഡിസിൻ കഴിക്കാനുണ്ട്. എനിക്ക് അലർജി പ്രോബ്ലം ആയിട്ട് കഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ ബോക്സ് കാണിച്ചതാണ്. നല്ല രസമില്ല. ഞാൻ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഉച്ചയ്ക്ക് ലഞ്ചും ഡിന്നറൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ സോഫയാണ്. ഇവിടെ കുറച്ച് നേരം വന്ന് കിടന്നു ഇരുന്ന് നോക്കുക, കുറച്ച് റീൽസൊക്കെ കണ്ട് നമ്മൾ നേരെ കിടക്കാൻ വേണ്ടി പോവാണ്. മേലെയാണ് നമ്മുടെ റൂം. ഏകദേശം ഇപ്പോൾ 12 മണിയായിട്ടുണ്ട് രാത്രി. അപ്പോൾ നമ്മൾ കിടക്കാൻ വന്നതാണ്. ഏകദേശം എപ്പോഴും നമ്മൾ ഈ സമയമാവും കിടക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കുറച്ച് മഴയൊക്കെ കണ്ടു നേരെ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യണം. അതേപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.